ഡിബേറ്റ് ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ പാനലിസ്റ്റിൽ നേരത്തെ പറഞ്ഞ ഷാബു പ്രസാദും ഒപ്പം പ്രമോദ് പുഴങ്കരയും നമുക്കൊപ്പമുണ്ട്. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല പാകിസ്ഥാൻ ചെയ്യുന്നത്. ബിലാവൽ ഭൂട്ടോ അടക്കം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി അടക്കം പറയുന്നത് യുദ്ധത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നുള്ള കാര്യമാണ്. അതിന് ഉപോത്ബലകമായിട്ട് ജല ഭീകരവാദമാണ്, വാട്ടർ ടെററിസമാണ് ഇന്ത്യ നടത്തുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ഒരു ഇമേജ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു. സാമ്പത്തികമായി അസ്ഥിരപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും, രാഷ്ട്രീയമായി അസ്ഥിരപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒരു യുദ്ധകാഹളം മുഴക്കാൻ പാകിസ്ഥാന് കഴിയുന്നത് എന്ത് ധൈര്യത്തിലായിരിക്കും? നോക്കൂ, അവർ സത്യത്തിൽ പ്രതീക്ഷിച്ച ഒരു തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉറിയിലും ബാലക്കോട്ടിലും ഒക്കെ ഉണ്ടായ മാതിരി അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ വലിയ ഒരു സൈനിക തിരിച്ചടിയാണ് അവർ ഇമ്മീഡിയറ്റ്ലി ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. തീർച്ചയായും ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന അവരുടെ തലയിലേക്ക് ഒരുതരം ഇടുത്തി പോലെയാണ് ഇന്ത്യയുടെ ഈ ഒരു ഡിസിഷൻ ചെന്ന് വീണത്. കാരണം ഇതൊരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. കാരണം പാകിസ്ഥാനുമായി രൂക്ഷമായ നടന്ന 3 യുദ്ധങ്ങളിലും ഇത്രയും കാലം നടന്ന ടെൻഷനുകളിലും ഒന്നും ഒരിക്കലും ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ തൊടാൻ അങ്ങനെ അതൊരു ഇഷ്യൂവേ ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതിലേക്ക് കയറി, പ്രത്യേകിച്ച് അത് ലോകരാഷ്ട്രങ്ങളുടെയും ലോകബാങ്കിന്റെയും ഒക്കെ അങ്ങനെ ലോകത്തിനെ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട കാര്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാകാം എന്തായാലും ഒരു സർക്കാരും ഇതിനു മുമ്പ് ആ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ കയറി തൊട്ടിട്ടില്ല. അതുകൊണ്ട് ഇവർ പ്രതീക്ഷിച്ചിട്ടുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏതാനും മാസങ്ങൾ കൊണ്ട് പാകിസ്ഥാനെ മരുപ്പറമ്പാക്കി കളയുന്ന തീരുമാനമാണത്. വളരെ വലിയ ഒരു ആയുധമാണ് ഇന്ത്യയുടെ മുമ്പിലിരിക്കുന്നത്. ഒരു ബുള്ളറ്റ് പോലും ചെലവാക്കാതെ പാകിസ്ഥാനെ എന്നേക്കുമായിട്ട് തകർത്ത് കളയാൻ കഴിയുന്ന അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു ആയുധമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. കാര്യം പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന നദികളെല്ലാം ഇന്ത്യയിൽ കൂടെ ഒഴുകി പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് അതുമല്ല, കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഈ ധാരാളം കനാൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ വെള്ളം തിരിച്ചുവിടാനും ഒക്കെ ആയിട്ടുള്ളത്. ഈ ഒരു ഡെസ്പറേഷനിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന്, ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ കൊന്നുകളയും തിന്നുകളയും എന്നും പറയുന്ന മാതിരി പറയുന്നതല്ലാതെ ഇത് അവരുടെ പ്യുവർ ഡെസ്പറേഷനാണ് ഈ കാണുന്നത്. എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കടുത്ത ഡിസിഷൻ ഇന്ത്യക്ക് എടുക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇന്ത്യയുടെ ഒപ്പമുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം കൂടിയാണ്. ഇതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ടെൻഷൻ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഇത്രയധികം ഇന്ത്യക്ക് ലോക സമൂഹത്തിന്റെ സപ്പോർട്ട് കിട്ടുന്ന ഒരവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ 99 കാർഗിൽ യുദ്ധത്തിലായാലും അന്ന് 98 പൊഖ്രാൻ ടെസ്റ്റിന് ശേഷം ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം ഇന്ത്യക്കെതിരെ അതിശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെ വളരെ വലിയ എക്സ്റ്റേണൽ പ്രഷറിലും കൂടെ നടുവിൽ നിന്നുകൊണ്ടാണ് 99 കാർഗിൽ യുദ്ധം നടത്തുന്നത്. 71 യുദ്ധത്തിലാണെങ്കിൽ അമേരിക്ക പൂർണ്ണമായും പാകിസ്ഥാന്റെ പക്ഷത്തായിരുന്നു, 65-ലും 71-ലും എല്ലാം. അതുകൊണ്ട് എന്നാൽ ഇപ്പൊ ആ സിറ്റുവേഷൻ എല്ലാം മാറി. ഇന്ന് 2 കാരണമുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ഇപ്പൊ പാകിസ്ഥാനെ ആവശ്യമില്ല. പണ്ടാണെങ്കിൽ കോൾഡ് വാറിന്റെ ഒക്കെ സമയത്ത് അമേരിക്കക്ക് പാകിസ്ഥാനെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ പാകിസ്ഥാനെ ആവശ്യമില്ല. അത് മാത്രമല്ല, ഇന്ത്യയുമായി ഒരു 2 ജനാധിപത്യ സംവിധാനങ്ങൾ തമ്മിലുള്ള ആ ഒരു സഹകരണം എന്നുള്ള ആ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും പാകിസ്ഥാനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാന്റെ ആയുധപ്പുരയിലുള്ള ആയുധങ്ങൾ പ്രധാനപ്പെട്ടതെല്ലാം, വിമാനങ്ങൾ, F-16 വിമാനങ്ങളായാലും അങ്ങനെയെല്ലാം ഒരുപാട് ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നുള്ളതാണ്. അവിടുന്ന് ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടുന്നില്ല, വിമാനങ്ങൾ പറത്താനാവുന്നില്ല. പിന്നെ അവർക്ക് ആകെ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യം വേറെ ഇല്ല. അവരെ സംബന്ധിച്ചോളം അവരുടെ ബിസിനസ്സാണ് അവർക്ക് വലുത്. അവർക്ക് ഇന്ത്യയുടെ വിപണി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളും നിലനിൽക്കെ തന്നെ ഇന്ത്യയുമായി നല്ല നിലയിൽ പോവുക. കാര്യം ഇന്ത്യക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു അന്താരാഷ്ട്ര അംഗീകാരമൊക്കെ അതിനെപ്പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ള രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ അവർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യവും സംശയമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നൊരവസ്ഥ വന്നപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയുണ്ടല്ലോ,
ആ അവസ്ഥയിലാണ് ഇവർ. അങ്ങനെയാണ് ഇവർ ഈ രീതിയിലുള്ള കൊന്നുകളയും തിന്നുകളയും, ഞങ്ങൾ ആറ്റം ബോംബിടും, ഞങ്ങൾ യുദ്ധം ചെയ്യും, ഇന്ത്യയുടെ ചോരയൊഴുക്കും എന്നൊക്കെ പറയുന്നത്. അതാണ് അവസ്ഥ. ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒന്നും കാര്യങ്ങൾ പോകുന്നില്ല. ഇന്ത്യ ഇതുവരെ ഒരു വെടി പോലും പൊട്ടിച്ചിട്ടില്ല. പക്ഷേ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന ഒരു ധാരണ അവർക്കുണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിവുമില്ല. ഇത് ഉറി പോലെയും ബാലക്കോട്ട് പോലെയും ഒന്നും ആയിരിക്കില്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അങ്ങേയറ്റം അപകടത്തിലാക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും, പക്ഷേ ശ്രീ ഒരാക്ഷനായിരിക്കും ഷാബു ഇന്ത്യ പ്രസാദ് നൽകുന്നത് എന്ന സൂചന. ശ്രീ ഷാബു പ്രസാദ്, പാകിസ്ഥാൻ ഈ വിഷയം UN-ലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ടുള്ള ഒരു ഒരു നിലപാടെടുത്തില്ല ഇന്ത്യ എന്ന തരത്തിലുള്ള ആരോപണമായിരിക്കുമല്ലോ ഉന്നയിക്കുക. കർഷകർ, ആ രാജ്യത്തെയും കർഷകർക്ക് സംഭവിക്കുന്ന വലിയ ദുരന്തത്തെ ആയിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാൻ UN-ൽ കൊണ്ടുവരിക. അതായത് യുദ്ധത്തിനും അപ്പുറത്തേക്ക് വലിയ ക്രൂരത ഇന്ത്യ കാണിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാഖ്യാനമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു ശ്രമം നടക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? നോക്കൂ, ഇപ്പം നമ്മൾക്കറിയാം, കഴിഞ്ഞ വർഷം ഇവിടെ ഇസ്രായേലിൽ ഹമാസിന്റെ അറ്റാക്ക് നടന്നതിന് ശേഷം ഈ ഇസ്രായേലിനെതിരെ എന്തെല്ലാം UN പ്രമേയങ്ങൾ വന്നു. എന്തെല്ലാം UN പ്രമേയങ്ങൾ, എത്രമാത്രം അപലപിക്കല്, തലകുത്തി മറിയല് അവർ മൈൻഡ് ചെയ്തോ? അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്, ആലോചിച്ച് നോക്കണം. ലോക രാഷ്ട്രീയത്തിൽ, ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കടുകുമണി പോലും ഇല്ല. 1 കോടിക്ക് താഴെ ജനസംഖ്യയുള്ള ഒരു ചെറിയ രാജ്യം. പക്ഷേ അവരുടെ നിലനിൽപ്പും അവരുടെ സെക്യൂരിറ്റിയും പ്രശ്നമായി വരുമ്പോൾ, അത് ഏത് രാജ്യത്തിനും അങ്ങനെ തന്നെയാണത്. അവിടെ മനുഷ്യത്വവും മനസാക്ഷിയൊന്നും അല്ല, അവിടെ നിലനിൽപ്പാണ് പ്രശ്നം. നിലനിൽപ്പിന് നേരെയുള്ള ഭീഷണിയും പ്രശ്നമാകുമ്പോൾ അവിടെ മനുഷ്യത്വത്തിനും മനസാക്ഷിക്കും ഒക്കെ സെക്കൻഡറി പൊസിഷനേ ഉള്ളൂ. ഇതൊരു ഫാക്റ്റാണ്, ഇത് ചരിത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതുപോലൊരു ചെറിയ രാജ്യമായ ഇസ്രായേലിന് അങ്ങനെ ചെയ്യാമെങ്കിൽ 140 കോടി ജനങ്ങളുള്ള ഒരു ശക്തി, ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തി, ഇന്ന് ലോകത്തിന്റെ മുഴുവനും പിന്തുണയുള്ള ഒരു ശക്തി അവരുടെ മുമ്പിൽ ഇങ്ങനെ എവിഡന്റ് ആയിട്ട് കാണുകയാണ്. എത്ര നിഷ്ഠൂരമായിട്ടാണ് ആ പാവം ടൂറിസ്റ്റുകളെ, സാധാരണ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നത്. അതുകൊണ്ട് ലോകം, ഈ പറയുന്ന UN-ഉം എല്ലാം ഇന്ത്യക്കൊപ്പമേ നിൽക്കൂ. ഇനി അഥവാ നിന്നില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന ക്ലിയറായിട്ടുള്ളൊരു മെസ്സേജ് ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. അതാണ് ശരി, ഞാൻ തിരികെത്താം ശ്രീ ഷാബു പ്രസാദ്. ശ്രീ പ്രമോദ് പുഴങ്കര, മാനുഷികപരമായിട്ടുള്ള ഒരു വിഷയമാണ് ഉന്നയിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ പറയുന്നതെങ്കിൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലെങ്കിലും അതിനൊരു ശ്രദ്ധ കിട്ടിയേനെ. അതിന് പകരം ഭീഷണിയുടെ സ്വരമാണ്. ഒരു സമാധാന ചർച്ചയ്ക്ക് അതിന് നീക്കം നടത്തുന്നതിന് പകരം ആണവായുധം പ്രയോഗിക്കും, രക്തമൊഴുകും വെള്ളത്തിന് പകരം എന്നൊക്കെ പറയുന്ന പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനകൾ പാകിസ്ഥാനിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന പോലും കിട്ടാതിരിക്കത്തക്ക തരത്തിലുള്ള അത്രയും പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, എങ്ങനെ, എന്ത് മാനുഷികത്വം പാകിസ്ഥാൻ അർഹിക്കുന്നുണ്ടെന്ന് ലോകത്തിന് തോന്നും? പാകിസ്ഥാനിലെ ഭരണകൂടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ജനാധിപത്യരഹിതമായ ഒരു രാജ്യം, ജനാധിപത്യരഹിതമായ ആഭ്യന്തര ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യം, അതിനുമപ്പുറം വളരെ കൃത്യമായി പറഞ്ഞാൽ പട്ടാളത്തിന്റെ, സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് സംഭവവികാസങ്ങളോട് പ്രതികരിക്കുക, എങ്ങനെയാണ് അവരുടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുക? ഇതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ എത്രയോ കാലമായി ലോക രാഷ്ട്രീയത്തിൽ തന്നെ, അന്താരാഷ്ട്ര സംഭവവികാസങ്ങളിൽ പാകിസ്ഥാന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പട്ടാള ഭരണം നിലനിൽക്കുകയും ജനാധിപത്യത്തിനും ജനങ്ങൾക്കും അതിലൊരു പങ്കുമില്ലാത്തൊരു രാജ്യം എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനിക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഇവിടെ പറയുന്ന പല രീതിയിലും ആളുകൾ പറയുന്ന പോലെ ഒരു വാർ മോങ്കറിങ്ങിന്റെയോ യുദ്ധക്കുതിയുടെയോ യുദ്ധം ഉണ്ടാക്കുന്നതിന്റെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇസ്രായേൽ ഗസയിൽ ചെയ്ത പോലെയുള്ള ആക്രമണത്തിന്റെയോ ഒന്നും രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല നമ്മളിപ്പോൾ കാണുന്ന ഈ കാശ്മീർ പ്രശ്നം. കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിന് പാകിസ്ഥാനെ ആക്രമിച്ചതുകൊണ്ടായില്ല. കാശ്മീർ പ്രശ്നത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദത്തെ എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും ക്രോസ് ബോർഡർ ടെററിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതും പാകിസ്ഥാന്റെ നിലനിൽപ്പിന്റെ വലിയൊരു ഭാഗം തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലുമാണ് എന്നുള്ളതും അവിതർക്കിതമായ ഒരു കാര്യമാണ്.
അതിന് അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ ചരിത്രവുമുണ്ട്. അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മാത്രം ഒരു കാര്യമായിട്ടല്ല, അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും അതിന്റെ ഭൗമരാഷ്ട്രീയത്തിന്റെയും ഭാഗമായിട്ട് കൂടി ഉണ്ടായതാണ്. അത് ഈ മേഖലയിൽ ഈ ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യയും ചൈനയും അതുപോലെ തന്നെ അവിടേക്ക് അഫ്ഗാനിസ്ഥാനും അതിനപ്പുറത്ത് ഇറാനും ഒക്കെ അടങ്ങുന്ന ഈ മേഖലയിൽ തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു രാജ്യത്തെ യുദ്ധസജ്ജമാക്കിയും തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി നിലനിർത്തുകയാണത്. സോവിയറ്റ് യൂണിയൻ കാലം മുതൽക്ക് തന്നെ സോവിയറ്റ് യൂണിയനെ എതിർക്കുന്നതിന്റെ അഫ്ഗാൻ ഏർപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ചൈനയ്ക്ക് ഇന്ത്യക്ക് ഒരു കൗണ്ടർ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് മറ്റ് രാഷ്ട്രീയ ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടൊക്കെ അമേരിക്ക ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അവസാനം അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനെ കൊണ്ട് വേണ്ട രീതിയിൽ ഇനി അത്ര ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാനോട് സൈനിക സഹായം അടക്കം പല കാര്യങ്ങളിലും അമേരിക്ക പിന്നോട്ട് വരുന്നത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കൻ സാമ്രാജ്യത്വം പാകിസ്ഥാനെ പ്രോക്സിയാക്കി ഉണ്ടാക്കിയ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെ തന്നെയും ഭീകരവാദ ക്യാമ്പുകളും ഭീകരവാദവും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ടെറർ ഔട്ട്ഫിറ്റ്സും എല്ലാം ഇപ്പോൾ അത് അത് ഇല്ലാതാകുന്നില്ല. അത് മറ്റൊരു രീതിയിൽ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കുകയും തകർക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വളരുകയാണ്. ഒപ്പം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നതും ഇത്തരത്തിലാണ്. ഇതൊരു വശത്ത് നിലനിൽക്കുകയാണ്. ഇതൊരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ കാശ്മീർ പ്രശ്നം എന്ന് പറയുന്നത് നേരിട്ട് പാകിസ്ഥാനുമായി മാത്രം ബന്ധപ്പെടുത്തി കാണുന്നത് ഒരു ഗ്രോസ് എററാണ്. അത് തെറ്റാണ്. അങ്ങനെയല്ല അത് കാണേണ്ടത്. കാശ്മീർ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ കൂടി ഉൾപ്പെട്ട ഒരു പ്രശ്നമാണ്. അല്ലാതെ പാകിസ്ഥാൻ അവിടെ നിന്നുണ്ടാക്കുന്ന ഒരു പ്രശ്നം മാത്രമാക്കി നമ്മൾ കാണരുത്. പാകിസ്ഥാൻ കാശ്മീർ പ്രശ്നത്തെ എല്ലാ കാലത്തും ഒരു ബ്ലീഡിംഗ് വൂണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ ഒരു ബ്ലീഡിംഗ് വൂണ്ടാക്കി നിലനിർത്തുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ അത് ആ വൂണ്ടുണ്ടായത് പാകിസ്ഥാന്റെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല, അത് ഇന്ത്യ കാശ്മീർ ജനതയിലെയും കാശ്മീരിൽ സ്വീകരിക്കുന്ന നടപടികളിലെ ഇന്ത്യൻ ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികളെ വലിയ തോതിൽ ജനാധിപത്യവൽക്കരിക്കുകയും കാശ്മീർ പ്രശ്നത്തെ അത്തരമൊരു രീതിയിൽ തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാൻ ഇനി എത്ര ദുർബലമായ അല്ല ശ്രീ പ്രമോദ് പുഴങ്കര ആ പോയിന്റ് അല്ല താങ്കൾ പറഞ്ഞു വരുന്ന പോയിന്റ് മനസ്സിലായി. ഇതിന് മുൻപുള്ള കാലഘട്ടമാണെങ്കിൽ നമുക്ക് ആ പോയിന്റിന് കൂടുതൽ റെലവൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതല്ല. ഇത്തവണ കാശ്മീർ ജനത തന്നെ ഈ ഭീകരർക്കെതിരെ പരസ്യ പ്രതിഷേധങ്ങൾ നടത്തുകയും ആ തരത്തിലുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പ്രാദേശികമായിട്ടുള്ള പിന്തുണ ഇതിനില്ല എന്ന് കാശ്മീർ തന്നെ ഒരു സന്ദേശം പുറത്തേക്ക് കൊടുത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ വിഷയമുണ്ടല്ലോ, ഇതിനകത്ത് ഉള്ള ഒരു മുറിവ് എന്നുള്ളതിനപ്പുറം അങ്ങനെയല്ല, ഞങ്ങളിപ്പോൾ ഇന്ത്യയ്ക്കൊപ്പമാണ്, ഇന്ത്യ എടുക്കുന്ന ആ തീരുമാനത്തിനൊപ്പമാണ് എന്നുള്ളൊരു സന്ദേശം കാശ്മീരിൽ നിന്ന് വരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഇത് പാകിസ്ഥാൻ മാത്രം ഉണ്ടാക്കുന്ന ഒരു വിഷയമായി മാറില്ലേ? അല്ല, ഈ കാശ്മീരിൽ പല സമയത്തും അതിന്റെ ഫാക്ട് ഫൈൻഡിങ് ടീമുകളുടെ ഒക്കെ ആയിട്ട് പലതവണ എക്സ്റ്റൻസീവ്ലി യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. കാശ്മീർ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്കുമൊക്കെ അറിയുന്ന പോലെ കാശ്മീർ പ്രശ്നത്തിന് കാശ്മീരിലെ ജനതയ്ക്ക് ഒരു കാലത്തും കാശ്മീർ ജനതയുടെ മഹാഭൂരിഭാഗവും ഭീകരവാദത്തിനൊന്നും ഒപ്പമല്ല. അത് പുറത്തേക്കുണ്ടാക്കുന്ന BJP-യുടെയും സംഘപരിവാറിന്റെയും ഒക്കെ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രചാരണത്തിന്റെ ഭാഗമായാണ് അത്തരത്തിലൊന്നും. കാശ്മീർ ജനതയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഭീകരവാദത്തിനൊപ്പം നിൽക്കില്ലല്ല. തീർച്ചയായിട്ടും കാശ്മീരിൽ പല ധാരകളുണ്ട് കാശ്മീർ പ്രശ്നത്തിനെ അവിടെയുള്ള കാശ്മീർ ജനതയുടെ ഭാഗമായിട്ട്. ഒന്ന്, കാശ്മീരിന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കാശ്മീരിലുണ്ട്. ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാനല്ല, സ്വതന്ത്ര കാശ്മീരാണ് തങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് വലിയൊരു വിഭാഗമാണ്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് നിലനിൽക്കാൻ കഴിയണം എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. മറ്റൊന്ന്, ഈ രണ്ട് വിഭാഗങ്ങളിലും സ്വാധീനമുണ്ടെങ്കിൽ പോലും വലിയൊരു തരത്തിൽ സ്വതന്ത്ര കാശ്മീർ അതിനൊരു മതപരമായ ഇസ്ലാമിക് പൊളിറ്റിക്സിനോട് വലിയ സ്വാധീനമുള്ള ഒരു വിഭാഗം കാശ്മീരിലുണ്ട്. ഇതിനപ്പുറത്തുള്ള ഒരു വിഭാഗമാണ് പാകിസ്ഥാനും ചേരണം എന്ന് പറയുന്ന ഒരു വിഭാഗം. ഒരു കാലത്തും കാശ്മീർ ജനതയുടെ ഭൂരിഭാഗം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനോട് ചേരണം എന്ന് പറയുകയോ പാകിസ്ഥാൻ അവിടെ നടത്തുന്ന ടെറർ അറ്റാക്കുകളെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന ഒരു വിഭാഗമല്ല. പക്ഷേ അതിനൊപ്പം തന്നെ വലിയ തോതിലുള്ള ഇന്ത്യൻ ഭരണകൂടം വലിയ തോതിലുള്ള അടിച്ചമർത്തലുകളും വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും കാശ്മീർ ജനതയുമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഡയലോഗിൽ ഏർപ്പെടുന്നതിന് പതിറ്റാണ്ടുകളായിട്ടുള്ള കാണിക്കുന്ന വിമുഖതയും അത് ഇപ്പൊ BJP സർക്കാരിന്റെ കാലത്തൊക്കെ അത് അതിന്റെ എക്സ്ട്രീം ലെവലിലെത്തി. അതായത് ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമൊക്കെ ആയിട്ട് കാശ്മീർ ജനതയെയും കാശ്മീരിന്റെ ഒരു പൊളിറ്റിക്കൽ ഡയലോഗിനെയും ഏലിനേറ്റ് ചെയ്യുന്ന ഒരു ശ്രമവും അവിടെ വരികയാണ്. അപ്പോ
കാശ്മീർ ജനത ഇപ്പോൾ പറയുന്ന സംഭവം എന്ന് പറയുന്നത് അവൻ എല്ലാ കാലത്തെയും എന്ന പോലെ തന്നെ ടെററിസത്തിനെതിരാണ്, ഭീകരവാദത്തിനെതിരാണ്. ഏതാണ്ട് 3/4 ലക്ഷം പേരാണ് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് കാശ്മീരിൽ കൊല്ലപ്പെട്ടത്. ലോകത്തിൽ തന്നെ ഏറ്റവും മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു സോണാണ് അല്ല, കാശ്മീർ. അപ്പോഴും എനിക്ക് അപ്പൊ ശ്രീ നമ്മൾ പ്രമോദ് പുഴങ്ങര, അപ്പോഴും എനിക്ക് പാകിസ്ഥാൻ ഇത്ര പ്രൊവോക്കിംഗ് ആയിട്ടുള്ള നിലപാട് എടുക്കുന്നതിന്റെ കാര്യമാണ്. അതായത് ഞങ്ങളല്ല ഇത് ചെയ്തതെന്ന് പറയുന്ന പാകിസ്ഥാൻ പിന്നെയും പിന്നെയും പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിന് ഇത് ന്യായീകരണമാകുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്നത് പാകിസ്ഥാനെ ന്യായീകരിക്കില്ല. ഒരു സംഘപരിവാറിന്റെ എല്ലാ കാലത്തെയുമാണ്. ഒന്നുകിൽ ഞങ്ങൾക്കൊപ്പം ഹിന്ദുത്വ രാഷ്ട്രീയം, അതായത് ആഭ്യന്തര ശത്രു, ഇവിടുത്തെ മുസ്ലിങ്ങൾ ലോയൽറ്റി തെളിയിച്ചില്ലെങ്കിൽ അവർ പാകിസ്ഥാനൊപ്പമാണ്. നമ്മൾ പാകിസ്ഥാനെതിരെ യുദ്ധകാലം മുടക്കിയില്ലെങ്കിൽ പാകിസ്ഥാനൊപ്പമാണ്, ഇന്ത്യക്കൊപ്പമല്ല. ഇത്തരത്തിലുള്ള ഒരു ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ, അങ്ങനെ ഒരു ചർച്ചയുടെ എല്ലാം നമുക്ക് ഈ കാശ്മീർ പ്രശ്നത്തിൽ വേണ്ടത്. കാശ്മീർ പ്രശ്നം സങ്കീർണമാണെന്നേ. ആ സങ്കീർണമായ പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് കാശ്മീർ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന്റെ ഭാഗത്തേക്ക് നടക്കാൻ കഴിയുക. ഇത് പാകിസ്ഥാനെ ന്യായീകരിക്കാൻ പറയുന്ന പ്രശ്നം വരുന്നില്ല. പാകിസ്ഥാൻ എത്രയോ കാലമായി അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ചക്രമായി പ്രവർത്തിക്കുകയും യാതൊരു തരത്തിലുള്ള ആഭ്യന്തര ജനാധിപത്യവും ഇല്ലാതെ സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള, യുദ്ധമാണെങ്കിൽ യുദ്ധം പോലും തങ്ങൾക്ക് അധികാരം നിലനിർത്തുന്നതിനുള്ള ഒരു പരിപാടിയായിട്ട് കണക്കാക്കുന്ന തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണകൂടം നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഇസ്ലാമിക് പൊളിറ്റിക്സിന്റെ സ്വാധീനം വളരെ വലുതാണ്. ഇതൊക്കെ അവിടെയുണ്ട്. പക്ഷെ അതിനുള്ള മറുപടി എന്ന് അത് നമ്മൾ കാശ്മീരിനെ വെച്ച് പറയുമ്പോൾ ഇതിന്റെ പകർപ്പായിട്ട് ഇന്ത്യ മാറിക്കൂടാ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ സംസാരിക്കുന്ന ഭാഷയിൽ ഇന്ത്യ സംസാരിക്കാത്തത് എന്നുള്ളത്, ഇന്ത്യയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടും ഒരു സെക്യുലർ ഡെമോക്രസി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ്. ആ സെക്യുലർ ഡെമോക്രസിയുടെ ശബ്ദത്തിന് പകരം ഒരു വാമപന്ഥരുടെ രാഷ്ട്രീയ ശബ്ദത്തെ, യുദ്ധകാഹളത്തിന്റെ രാഷ്ട്രീയ ശബ്ദത്തെയും ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ, എന്താണോ പാകിസ്ഥാനിന്റെ മത തീവ്രവാദികളും ഭീകരവാദവും പാകിസ്ഥാനിൽ പറയുന്നത്, അത് കണ്ണാടി പകർത്താവുകയല്ല ഇന്ത്യ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് ഇന്ത്യയിലെ ഒരു ജനാധിപത്യ സംവിധാനം അനുവദിച്ചുകൂടാ എന്ന് തന്നെയാണ് പറയേണ്ടത്. കാശ്മീർ പ്രശ്നത്തിൽ ഇപ്പോൾ നോക്കൂ, ഇതിൽ ഇന്ത്യൻ ഭരണകൂടം അടക്കം ഉത്തരം പറയേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ബോർഡറാണ് പാകിസ്ഥാനുമായിട്ട്. ഏതാണ്ട് 3000 കിലോമീറ്റർ വരുന്ന വളരെ നീളത്തിലുള്ള ഒരു ബോർഡറിൽ, പ്രത്യേകിച്ചും കാശ്മീരിനെ സംബന്ധിച്ച് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ബോർഡറാണ്. നിങ്ങൾ എത്ര തന്നെ അതിൽ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും അതിന്റെ മലനിരകളും അതിന്റെ ഒരു ടോപ്പോഗ്രഫിയും അതിന്റെ ഒരു ജോഗ്രഫിക്കൽ പെക്യുലാരിറ്റീസും ഒക്കെ വെച്ച് അവിടെ നിന്നും ആളുകൾക്ക് ഇൻഫിൽട്രേഷൻ എന്നൊക്കെ പറയുന്നത് താരതമ്യേന പലപ്പോഴായിട്ട് നടത്താൻ കഴിയുന്നതാണ്. അതിനെ തടയുക എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടം ഏറ്റവും മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു സോണാക്കി അവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ടും അത് പലതും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നു എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ അവർക്ക് സുരക്ഷ ഉണ്ടാക്കുന്നതിൽ ഇന്ത്യൻ ഭരണകൂടം പരാജയപ്പെട്ടു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആഭ്യന്തരമായ ചോദ്യങ്ങളിൽ നിന്നും മറ്റേത് രാജ്യത്താണെങ്കിലും നിങ്ങൾ നോക്കൂ, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ആധുനിക രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടം പിറ്റേ ദിവസം ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ കൂടിയാണിത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കാശ്മീർ പോലെ നിരന്തരമായ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സ്ഥലത്ത്, കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതിന് പകരം നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും പറയുകയും ഇത് പറയാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വന്നുകൂടാ. ഒപ്പം തന്നെ ഇതൊന്നും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന വിഷയമല്ല. പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് കാശ്മീർ പ്രശ്നം പരിഹരിക്കാമെന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. അത് പാകിസ്ഥാനെ തോൽപ്പിക്കാമോ യുദ്ധത്തിൽ? ആക്ച്വലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ഒരു മിലിറ്ററി കോൺഫ്ലിക്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബിക്കോസ് ബോത്ത് ആർ ന്യൂ പവേഴ്സ്. അതുകൊണ്ട് തന്നെ ഒരു കൺവെൻഷണൽ വാർ ഇങ്ങനെ നീർപ്പുകഞ്ഞ് നിൽക്കും എന്നുള്ളത് പോലും വലിയ പ്രശ്നമാണ്. ഇതൊരു പ്രശ്നമാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊരു പ്രശ്നമാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ പ്രമോദ് പുഴങ്ങര, ശ്രീ ഷാബു പ്രസാദ്, ഇത് മറ്റൊരു തരത്തിലാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ധ്വംസനമാണ്? താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഇത് നിലനിൽപ്പിന്റെ വിഷയമാണ് ഇസ്രയേൽ എടുക്കുന്നത് പോലെ. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ചരിത്രമല്ല ഉള്ളത് എന്നതുകൂടി ചേർത്തുകൊണ്ടായിരിക്കുമോ പ്രമോദ് പുഴങ്ങര പറയുന്നത്? അത് താങ്കൾ ഏതായാലും പരിപൂർണമായിട്ട് ആ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണല്ലോ, അല്ലേ? ഹലോ, കേൾക്കാമല്ലോ അല്ലേ ശ്രീ ഷാബു പ്രസാദ്? കേൾക്കാം. അതായത് ആദ്യം പറയട്ടെ, താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അതായത് ഇന്ത്യ ഇതുവരെ ആ രീതിയിലുള്ള അഗ്രസീവായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയധികം വലിയ നമ്മുടെ ഇന്ത്യയുടെ ഒരു ബ്ലീഡിംഗ് ഇഷ്യൂ ആയി മാറിയതും. ഇവിടെ മിസ്റ്റർ പുഴങ്കര പറയുന്നത് കേട്ടു, കാശ്മീർ പ്രശ്നം ഭയങ്കര സങ്കീർണമാണ്. അദ്ദേഹം എവിടേക്കാണ് ഈ വാദം കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണിത്.
കാശ്മീർ പ്രശ്നം സങ്കീർണമല്ല. ഇത് സങ്കീർണമാക്കിയത് ഇവിടുത്തെ കാലാകാലങ്ങളിലായി ഇവിടെ ഭരിച്ചിരുന്ന സർക്കാർ മാത്രമാണ്. ഇന്ത്യയിലെ ഏതൊരു നാട്ടുരാജ്യവും, ഏതൊരു 500-ൽ പരം നാട്ടുരാജ്യങ്ങൾ എങ്ങനെയാണോ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്, അതേപോലെ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച ഒരു സംസ്ഥാനമാണ്, ഒരു പ്രദേശമാണ് ജമ്മു ആൻഡ് കാശ്മീർ. അതിനെ പിന്നെ UN എത്തിച്ച് കൊളവാക്കി നാശകോശമാക്കിയ ആദ്യത്തെ പ്രധാനമന്ത്രി മുതൽ പിന്നീട് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അനേകം സർക്കാർ അവർക്ക് പ്രത്യേക പദവി കൊടുത്തു. മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത പ്രത്യേക പദവി കൊടുത്തു. ആ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നതാണ് കാശ്മീരികളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. അതുകൊണ്ട് പ്രയോജനമുണ്ടായത് അവിടുത്തെ കുറെ സമ്പന്നരായ രാഷ്ട്രീയക്കാർക്കും മാത്രമാണ്, അല്ലാതെ സാധാരണ കാശ്മീരിലെ ജനങ്ങൾക്കല്ല. അവിടെ പുറത്തുനിന്ന് ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു ഭൂമി വാങ്ങാൻ പറ്റില്ല, ബിസിനസ് നടത്താൻ പറ്റില്ല, അവിടെ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടികളുടെ അവകാശം റദ്ദാക്കപ്പെടുന്നു. അവിടെ സർക്കാർ സർവീസുകളിൽ SC ST വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഇല്ല. അങ്ങനെ അവിടുത്തെ സാധാരണക്കാരെ മുഴുവൻ ദുരിതത്തിന്റെ കയത്തിലേക്ക് തള്ളിവിട്ട ഒരു വകുപ്പായിരുന്നു ആർട്ടിക്കിൾ 370. അതുകൊണ്ട് കാശ്മീരിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ദ്രോഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ സാധനം പുല്ല് പോലെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് കാശ്മീരിലേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകാൻ തുടങ്ങിയത്. ഈ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട്, കഴിഞ്ഞ ഒരൊറ്റ വർഷം തന്നെ 2.5 കോടിയോളം ടൂറിസ്റ്റുകളാണ് അവിടെ ചെന്നത്. അതായത് കാശ്മീരിലെ ജനസംഖ്യയേക്കാൾ അധികം. അങ്ങനെ കാശ്മീർ വികസനത്തിന്റെയും അഭിവൃദ്ധിയുടെയും പുതിയ ആകാശങ്ങളിലേക്ക് ഉയരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പ്രമോദ് പുഴങ്കര പറയാതെ പറയുന്നത് വിഘടനവാദത്തിനെ സപ്പോർട്ട് ചെയ്യൽ തന്നെയാണ്. അവിടെ കാശ്മീരിൽ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, മറ്റേതുണ്ട്. ഇത് മുഴുവനും ടെറർ ഡിസൈന്റെ ഭാഗമായി ഇവിടുത്തെ കപട മതേതര രാജ്യ നേതൃത്വം അങ്ങനെ ഒരു ആരോപണമുള്ളതുകൊണ്ട് പ്രമോദ് പുഴങ്കര അതിന്റെ മറുപടി അങ്ങനെ ഒരു അത്രയും ശക്തമായ ഒരു ആരോപണം ശ്രീ ഷാബു പ്രസാദിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ട് നമുക്ക് ബാലചക പിന്നെയുണ്ട്. പ്രമോദ് പുഴങ്കര എനിക്ക് പോയിട്ട് വരാം. മാത്രമാണ് വൃത്തികേട് പറയുന്നത്. താങ്കൾക്ക് മറുപടി പറയാൻ അത്രയും ഈ പറയുന്ന വാദത്തിന് കാരണം ഞാൻ വിഘടനവാദിയാണെന്നാണല്ലോ ആരോപണം. എന്റെ മറുപടിയാണെങ്കിൽ അതിപ്പോ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. അതിന് മറുപടി പറഞ്ഞ സമയങ്ങളാണ്. അല്ല ശ്രീ പ്രമോദ് പുഴങ്കര, ഇതിനകത്തൊരു വിഷയം വരുന്നത് സിവിലിയൻസിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാൻ ജനാധിപത്യ രാഷ്ട്രങ്ങൾക്ക് ബാധ്യതയുണ്ട്, ശത്രു രാജ്യമാണെങ്കിലും. പക്ഷേ അത്യന്തം പ്രൊവോക്കിംഗ് ആയിട്ടുള്ള നിലപാടാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതേത് തരത്തിലുള്ള ഒരു സിവിലിയൻ ക്ഷേമ നിലപാടിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിക്കും, യുദ്ധം നടത്തും, ആണവായുധം പ്രയോഗിക്കും എന്ന തരത്തിലുള്ള കമന്റുകൾ പാക് ലീഡേഴ്സിൽ നിന്ന് വരികയാണ്. ഇത്രയും വലിയ പ്രശ്നത്തിലാണ് പാകിസ്ഥാനെങ്കിൽ എന്തുകൊണ്ട് ഒരു സമാധാന ചർച്ചയോ അത്തരം നീക്കങ്ങളോ പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്നില്ല? അത് തന്നെ അവരുടെ കയ്യിൽ കളങ്കമുണ്ട് എന്നുള്ളതിന് തെളിവായി തോന്നില്ലേ? അല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന പട്ടാളത്തിന്റെ സൈന്യത്തിന്റെ ഞാൻ ഇത്രയും നേരം പറഞ്ഞതും അതാണ്. സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പതിറ്റാണ്ടുകളായി യാതൊരു ജനാധിപത്യവും ഇല്ലാത്ത വിധത്തിൽ നടന്നു പോകുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ചട്ടുകമായി എത്രയോ കാലം താരിഖ് അലിയാണ് അതിന് കൃത്യമായി പറഞ്ഞത് അമേരിക്ക ഉപയോഗിച്ചു കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ഒരു ഗർഭനിരോധന ഉറ പോലെയാണ് പാകിസ്ഥാൻ എന്നാണ് താരിഖ് അലി പറഞ്ഞത്. അതുകൊണ്ട് ഇനി ആർക്കും ഉപയോഗിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത മട്ടിൽ പാകിസ്ഥാന്റെ ബാക്കിയാണ്. ഈ ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്ന മറ്റേ കടലിലൊഴുകിയ ആളുണ്ടല്ലോ, ഇയാള് CIA വേണ്ടിയിട്ട് പണം ഒഴിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ കരാറുമായിട്ട് വന്ന ഒരാളാണ്. ഞാൻ പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ് പിന്നീട് സൈന്യവും. ഇതിന്റെ റെലിക്സും അതുപോലെ തന്നെ അതിന്റെ ഭാഗവുമായിട്ടാണ് പാകിസ്ഥാനെ ന്യായീകരിക്കലോ പാകിസ്ഥാനെ യുദ്ധവെറിയെ ന്യായീകരിക്കലോ ഒന്നുമല്ല നമ്മളിവിടെ പറയുന്നത്. പക്ഷെ കാശ്മീരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഒരു കൺവെൻഷണൽ വാർ ആയാലും ശരി, മറ്റൊരു തരത്തിൽ ന്യൂക്ലിയർ വാർ, ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഫിനിഷ് എനിത്തിങ്. അപ്പൊ ന്യൂക്ലിയർ വാർ അല്ല, ഒരു കൺവെൻഷണൽ വാർ പോലും പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തിട്ട് ജയിക്കുകയോ തോൽക്കുകയോ എന്നല്ല. അത് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള
പ്രശ്ന പരിഹാരത്തിനും എത്തില്ല. നിങ്ങൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം തുടങ്ങിയാൽ ഇത് ഇന്ത്യ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രദേശമല്ലല്ലോ. ചൈനയെ പോലൊരു രാജ്യമുണ്ട്, അതിന് കൃത്യമായ താല്പര്യങ്ങൾ അവിടെയുണ്ട്. അവര് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവരുടെ ഈ ചൈനയുടെ ഒരു വ്യാപാര കോറിഡോർ അടക്കം അവർ പ്ലാൻ ചെയ്യുന്ന ഈ പ്രദേശത്തു കൂടിയാണ്. ഇതിൽ എന്ന് മാത്രമല്ല ഒരു റീജിയണൽ ഒരു ഫോഴ്സ് ആയിട്ട് മറ്റൊരു രാജ്യത്തെ വളരുന്നതിന് ഒരു രാജ്യവും ഇന്ത്യ അങ്ങോട്ടും ചൈന ഇങ്ങോട്ടും ഒന്നും സമ്മതിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ ഇത് വളരെ ഇപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ, ഷാബു പ്രസാദ് പറഞ്ഞ പോലെ, ഇത് നെഹ്റുവിന് പറ്റിയൊരു അബദ്ധമാണ്. തേടിയങ്ങ് അടിച്ചിരുന്നെങ്കിൽ ഇതങ്ങ് അവസാനിപ്പിക്കാമായിരുന്നു. മറ്റേത് നാട്ടുരാജ്യത്തെയും പോലെയാണ് കാശ്മീർ ഇന്ത്യയിൽ ലയിച്ചത്. അങ്ങനെയല്ല, മറ്റൊരു നാട്ടുരാജ്യം പോലെയല്ല ലയിച്ചത്. അത് നാട്ടുരാജ്യ പ്രശ്നം മാത്രമല്ല കാശ്മീർ. അതാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമോ പാകിസ്ഥാൻ യുദ്ധവരെയോടുള്ള നമ്മുടെ പ്രതികരണങ്ങളോ കൊണ്ട് കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. കാശ്മീരിലെ ജനതയുമായിട്ടുള്ള ഒരു ശരി, ശ്രീ പ്രമോദ് പുഴങ്കര, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഡോക്ടർ മാളവിക ബിന്നി നമുക്കൊപ്പം ചേർന്നു. ഡോക്ടർ മാളവിക ബിന്നി, ഞാൻ തിരികെ എത്താം. ഡോക്ടർ മാളവിക ബിന്നി, കടബാധ്യതയിൽ ഉടരുന്ന ഒരു രാജ്യം, ബലൂചിസ്ഥാൻ കലാപം കൊണ്ടും രാഷ്ട്രീയ അസ്ഥിരതകൾ കൊണ്ട് നീങ്ങുന്ന ഒരു രാജ്യം, വാട്ടർ ടെററിസം നടത്തുന്നു ഇന്ത്യ എന്നാണ് ആരോപിക്കുന്നത്. സാധാരണക്കാരായി ഉള്ളവർ ഒക്കെ സമരം നടത്തുകയാണ് പാകിസ്ഥാൻ തെരുവുകളിൽ എന്ന് പറയുന്നു. അങ്ങനെ നടത്തുമ്പോൾ പോലും ഇതിലൊരു സമാധാന ചർച്ചയ്ക്ക് പകരം ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും, ഞങ്ങൾ തിരിച്ച് രക്തമൊഴുക്കേണ്ടി വരും ഇന്ത്യക്ക് എന്നുള്ള തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള കമന്റുകൾ പാകിസ്ഥാൻ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിലപാട് എടുക്കണമെന്ന് ഒരു സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്തിന് തോന്നാനുള്ള സാധ്യതയില്ല. ഇത് ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഏത് തരത്തിൽ അവതരിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചാൽ പോലും എങ്ങനെയാണ് കാണുന്നത്? മനുഷ്യത്വപരമായിട്ട് ഒരു ദേശത്തിന് റിയാക്ട് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള ഒരു പ്രജുഡിസ് നമുക്ക് പാടില്ലല്ലോ. ഇന്ത്യ പാകിസ്ഥാനേക്കാളും ഒരുപാട് നയതന്ത്രപരമായിട്ടും ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത ഒരു രാജ്യമാണ്. കാരണം നമ്മുടെ രാജ്യം സെക്യുലർ ആയിട്ട് നിന്ന രാജ്യമാണ്, കൃത്യമായിട്ട് ഫോറിൻ പോളിസി പാലിച്ച ഒരു രാജ്യമാണ്, ഇന്റർനാഷണൽ ട്രീറ്റീസിനെ മാനിച്ച ഒരു രാജ്യമാണ്. നമ്മൾ പീസിന് വേണ്ടി നിലകൊണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മൾ നാം പോലെയുള്ള കരാറുകളുടെ ഭാഗം വരെ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ പോലെയുള്ള തീരുമാനങ്ങൾ ഇന്ത്യക്ക് എടുക്കാൻ സാധ്യമല്ല. പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു വാറിന്റെ ആവശ്യം, ഒരു യുദ്ധത്തിന്റെ ആവശ്യം വന്ന് നിൽക്കുന്ന ഒരു കൺട്രിയാണ്. അവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും അവിടുത്തെ മിലിറ്ററിക്കും ആവശ്യം യുദ്ധമാണ്. നമ്മളിപ്പോ ആ പാകിസ്ഥാന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കണോ എന്നുള്ള ഒരു ചോദ്യം ഇന്ത്യക്ക് മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ അവരെ പോലെ തന്നെ റിയാക്ട് ചെയ്താൽ, പാകിസ്ഥാനിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള പോയറ്റാണ് ഫാത്തിമ റൈസ് എന്ന് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെപ്പോലെ തന്നെ മണ്ടരായല്ലോ, നിങ്ങളെ ഞങ്ങളെപ്പോലെ തന്നെ ഇഗ്നറന്റ് ആയിട്ടുള്ള മണ്ടന്മാരായ ആൾക്കാരാണെന്ന് തെളിയിക്കുകയാണല്ലോ എന്ന് ഒരു പർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ സാഹചര്യത്തിൽ അവരൊരു കവിത എഴുതുകയുണ്ടായി. അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമെല്ലാം നമുക്ക് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പാകിസ്ഥാനി ന്യൂസ് ഔട്ട്ലെറ്റ്സിന്റെ ട്വിറ്റർ അക്കൗണ്ടുകളും ബാക്കിയുള്ള അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് വഴി അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സ് എല്ലാം വായിക്കുമായിരുന്നു. ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റീസ്, സിന്ധു നദി കരാറ് റദ്ദാക്കിയതിൽ പിന്നെ വലിയ ഉത്കണ്ഠ, അവിടെ പല പ്രോവിൻസസിലും വലിയ ഉത്കണ്ഠ ഉണ്ടാകുകയാണ്. അവരുടെ അഗ്രികൾച്ചറിന് എന്ത് സംഭവിക്കുമെന്നും ട്രേഡിന് എന്ത് സംഭവിക്കുമെന്നുള്ള വലിയ ഉത്കണ്ഠ അവിടെ നിലനിൽക്കുന്നു. പാകിസ്ഥാനിലെ പല ആൾക്കാരും, ട്രേഡ് ഔട്ട്ലെറ്റ്സ് ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാനി ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുന്നു. ഇവിടെ നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ബലൂചിസ്ഥാനിൽ ഇതുപോലെ തന്നെ വിഘടനവാദം വളരെ ശക്തിയേറി വരുന്നു. ഇനി അഫ്ഗാനിസ്ഥാന്റെ കാര്യം നോക്കി, ഇന്ത്യക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ള ഒരു കൺട്രിയും കൂടെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സും ഉണ്ട്, അല്ലാത്ത എക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ്സും അഫ്ഗാനിസ്ഥാനിലുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ പ്രസൻസ് പാകിസ്ഥാനെ ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ആലോചിക്കേണ്ടത് ചൈന പാകിസ്ഥാനിലെ ഇൻഫ്ലുവൻസ് കൂടുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതേപോലെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇതിനകത്ത് അമേരിക്കൻ ഇൻവോൾവ്മെന്റും UN ഇൻവോൾവ്മെന്റും വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ ശ്രീമതി മാളവിക ബിന്നി, അങ്ങനെ ആ തരത്തിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കാൻ ഇപ്പോൾ ചൈന തന്നെ മുതിരുമോ? അമേരിക്ക പോലും ഈ സ്റ്റാൻഡ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയേറെ അമേരിക്ക യൂസ് ചെയ്ത ഒരു രാജ്യമായിട്ട് പോലും കൈവിട്ട ഒരു സ്ഥിതി നോണൾഡ് ട്രംപിന്റെ പ്രതികരണം വാർ വന്നു കഴിഞ്ഞാൽ ഇവര് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കിപ്പോ ചരിത്രത്തിലുള്ള പ്രീസിഡൻസ് എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ആരുടെ പക്ഷത്തേക്കാണ് ഇവർ ചേർന്ന് നിന്നതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ പക്ഷത്തേക്കല്ല എന്ന് നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ
ഒരു വാറിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി വന്ന ഒരു യുദ്ധത്തിന്റെ സിറ്റുവേഷൻ ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന ഒരു കൺട്രിക്ക് ഇന്ത്യ അത് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഇന്ത്യ എന്താണ് ആ വാറിന്റെ പ്രഷർ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്ത ആ പ്രഷറിന് ഇന്ത്യ സക്കം ചെയ്യുന്നതായിരിക്കും. ഇന്ത്യ ആ പ്രഷറിൽ കൂപ്പുകുത്തുന്നതായിരിക്കും. അത് ഇന്ത്യയെ പോലെ സീസൺഡ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഉള്ള ഒരു കൺട്രി അങ്ങനെ ചെയ്യണോ എന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടതാണ്. അല്ല ശ്രീമതി മാളവിക ബെന്നി, അപ്പോൾ നയതന്ത്ര തലത്തിൽ ഇതിനപ്പുറമുള്ള നടപടികൾ എടുക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതല്ലേ ഇത്രയും മോശം സ്ഥിതിയിലേക്ക് എത്തിച്ചത് എന്നുള്ള അഭിപ്രായമൊക്കെയാണ് നേരത്തെ. അല്ല, അതൊന്നും അല്ല മോശം സ്ഥിതിയിൽ എത്തിച്ചത് നമ്മുടെ സുരക്ഷാ പാളിച്ചകൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അത് ഇവിടെ നേരത്തെ നമ്മുടെ ഗവൺമെന്റിന്റെ പക്ഷത്ത് നിന്ന് ജനറൽ ബക്ഷി പോലുള്ളവർ അംഗീകരിച്ച കാര്യമാണ്. അവിടെ ആവശ്യമുള്ള ഫോഴ്സസ് പിൻവലിക്കുകയുണ്ടായ, അവിടെ ആർമിയുടെ കാര്യത്തിൽ കോസ്റ്റ് കട്ടിങ് വന്നു. ആർമി എക്യുപ്മെന്റ്സ് മേടിക്കുന്നതിൽ വലിയ രീതിയിലുള്ള എന്താണ് എക്യുപ്മെന്റ്സ് കുറവ് മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. അവിടെയും കോസ്റ്റ് കട്ടിങ്ങിന്റെ കാര്യം വരികയാണ്. പല കോറിഡോർസും ആർമിയെ കൺസൾട്ട് ചെയ്യാതെ ടൂറിസത്തിന് വേണ്ടി ഓപ്പൺ അപ്പ് ചെയ്തു കൊടുത്തതിന്റെ വലിയ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിനിപ്പോൾ ആര് പറഞ്ഞില്ലെങ്കിലും നമുക്ക് അന്താരാഷ്ട്ര മീഡിയ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലേക്ക് ശ്രദ്ധ വരുത്താതിരിക്കാനും വേണ്ടിയുള്ള മെഷേഴ്സ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ ഇവിടെ നിർവാഹമില്ല. വീണ്ടും വീണ്ടും ഇവിടെ കശ്മീർ നടക്കുന്ന ഓരോ സിറ്റുവേഷനും നമ്മൾ എടുത്തു നോക്കുക ആണെങ്കിൽ ഇപ്പം ഇന്റർനാഷണലി സ്പീക്കിംഗ് നമ്മൾ അന്താരാഷ്ട്ര നിലയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ തന്നെ ക്ലെയിം ചെയ്യുന്നത്, ആ ക്ലെയിം ഒബ്വിയസ്ലി കറക്റ്റ് ആകാനാണ് വലിയ സാധ്യത. ഇന്ത്യ തന്നെ ക്ലെയിം ചെയ്ത് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ വരെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് പാക് ഇൻവോൾവ്മെന്റിന്റെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ എന്താ ഇപ്പൊ UN പോയാലും ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയാലും എല്ലാം തന്നെ ഇന്ത്യക്ക് ഇത് പ്രൂവ് ചെയ്യാൻ സാധ്യമാണ്. അപ്പൊ വാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജവാന്മാർ മരിക്കുമെന്ന് നമ്മൾ ഓർക്കണം. 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവും. ഇപ്പോൾ ഈ വാട്ടർ ടെററിസം എന്നുള്ള ആരോപണത്തിലാണ് പാകിസ്ഥാനിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത്. അത് പാകിസ്ഥാൻ കണ്ണിൽ പൊടിയിടുന്ന കാര്യമല്ലേ? ഇപ്പോൾ ഈ കാണിച്ച നടപടികൾ ഇന്ത്യ ചെയ്യേണ്ടത് തന്നെയല്ലേ? അതിലും എതിരഭിപ്രായമുണ്ടോ മാളവിക ബെന്നി? ഇല്ല, ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാക്കുന്നത് വഴി വളരെ എന്താണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. 2022 തൊട്ട് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഏറെക്കുറെ നിന്നിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ നമ്മൾ ഒച്ചത്തിൽ വോക്കലായിട്ട് അത് നിർത്തിയിരിക്കുന്നു എന്നുള്ളത്. ഈ കരാർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ ഷെയറിങ്ങും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അവിടുത്തെ വാട്ടർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമായിട്ടുള്ള രീതിയിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സേ നമ്മൾ നടത്തുള്ളൂ എന്നുള്ള രീതിക്കാണ് ഈ കരാർ. ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയില്ലെന്നും ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ് ഇനി ഡിസൈൻ ചെയ്യുമ്പോൾ ഈ വാട്ടർ ലെവൽസും സിൽറ്റിങ്ങും നോക്കുകയില്ലെന്നുള്ള രീതിയിലാണ് ഈ കരാർ റദ്ദ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഉണ്ടാക്കാനാണെങ്കിലും വാട്ടർ ലെവൽസിന്റെ കാര്യത്തിലാണെങ്കിലും അതിൽ മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് ഇരിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ മൂവ് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഇതിന് അപ്പുറം ഒരു മൂവിലേക്ക്, ഒരു വാർ മോങ്കറിങ് എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതുണ്ടോ എന്നാണ് നമ്മൾ ശ്രീ ഷാബു പ്രസാദ്, ഇതിൽ പാകിസ്ഥാൻ ഇട്ടുകൊടുക്കുന്ന ഒരു ഇരയിൽ കൊത്തുന്നോ ഇന്ത്യ? അതേ തരത്തിൽ തന്നെ അങ്ങനെ ഒരു നിലപാടുകളല്ല മുൻപ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ടല്ലോ. അത് ഏത് തരത്തിലാണ് അതിനെ നോക്കിക്കാണുക? ഇതൊക്കെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നവരും മണ്ടന്മാരൊന്നും അല്ലല്ലോ പറഞ്ഞ. ഇവിടെ പാകിസ്ഥാൻ ഇട്ട് കൊടുക്കുന്ന ചൂണ്ടയിൽ ഇന്ത്യ കൊത്തുകയല്ല ചെയ്യുന്നത്. ഇന്ത്യ ഇട്ട് കൊടുക്കുന്ന ചൂണ്ടയിൽ പാകിസ്ഥാനാണ് കൊത്താൻ പോകുന്നത്. ഇപ്പോൾ ഈ പ്ലീസ് ഞാൻ സംസാരിക്കല്ലേ. അതായത് ഇവിടെ ആദ്യം ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ ഏകപക്ഷീയമായിട്ട് തൽക്കാലം അതിൻ്റെ അകത്ത് മരവിപ്പിച്ചപ്പോൾ ഇവർ ഡിപ്ലോമാറ്റിക്കായിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിനെയൊക്കെ ബോധ്യപ്പെടുത്തി അങ്ങനെ നീങ്ങേണ്ടതിന് പകരം ഇവരാണ് ഇവിടെ ഞങ്ങൾ ആറ്റം ബോംബിടും, വെള്ളത്തിന് പകരം രക്തമൊഴുക്കും, ഈ രീതിയിലുള്ള വാർ മോങ്കറിങ് ഉയർത്തിയത്. ഇവിടെ ഇന്ത്യ എന്താണ് ചെയ്തത്? ഇന്ത്യ എന്ത് വാർ മോങ്കറിങ് ഉയർത്തി?
അതായത് those who are responsible will not be unpunished, will not spare unpunished. ഇതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു വാർമോങ്കറിങ് ഉയർത്തിയിട്ടില്ല. നിന്നെ കൊന്നുകളയും, പാകിസ്ഥാന്റെ രക്തം ഒഴുക്കും, മുട്ടിച്ചു കളയും, ഇതൊന്നും പറഞ്ഞിട്ടില്ല. വളരെ സുന്ദരമായിട്ടൊരു ചൂണ്ട ഇങ്ങോട്ട് ഇട്ടുകൊടുത്തു. പാകിസ്ഥാൻ അതിൻ്റെ അകത്ത് ഗംഭീരമായിട്ട് അതിൻ്റെ അകത്ത് കൊത്തി. പാകിസ്ഥാൻ ഇനി അതിൻ്റെ അകത്ത് റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒഫൻസീവ് അവർക്ക് എടുത്തേ പറ്റുകയുള്ളൂ. അങ്ങനെ ആ ഒരു ഒഫൻസീവ് അവർ എടുത്താൽ, ആ ഒരു ഒഫൻസീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്, നിയന്ത്രണം ഇരിക്കുന്നത്. അല്ലാതെ അങ്ങോട്ട് ശ്രീ ഷാബു പ്രസാദ്, അപ്പോൾ നേരത്തെ ഈ മാളവിക പിന്നെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പാകിസ്ഥാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതേ നിലപാടിലേക്ക് ഇന്ത്യ കടക്കുകയും അങ്ങനെ ഒരു വാർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പക്ഷേ പാസീവായിട്ട് നിൽക്കുന്ന അമേരിക്ക അടക്കം, ചൈന അടക്കം, സൗദി അടക്കം, ഇതിനു മുൻപ് പാകിസ്ഥാനൊപ്പം നിന്നവർ എന്ത് നിലപാട് വീണ്ടും എടുക്കും എന്നുള്ളൊരു ആശങ്കയാണല്ലോ. അതെ, അവരിവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമുക്ക് ചരിത്രത്തിലെ പ്രസിഡൻസ് നോക്കിയാണല്ലോ അത് അങ്ങനെയാണല്ലോ എന്ന്. ആ ചരിത്രമൊക്കെ കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഗംഗയിൽ കൂടെ ഒക്കെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. ആ കാലമല്ല ഇത്, കോൾഡ് വാറിന്റെ കാലമല്ല ഇത്. അമേരിക്കയെ പാകിസ്ഥാൻ ആവശ്യമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് അവരെ ആവശ്യമില്ല. ഇപ്പം രണ്ട് ജനാധിപത്യ സംവിധാനങ്ങൾ തമ്മിലുള്ള അതിശക്തമായ ബന്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ഡിഫൻസ് പർച്ചേസറാണ് ഇന്ത്യ. അതിനുള്ള മറുപടി ശ്രീമതി മാളവിക ബിന്നി, പഴയ കാലമല്ല, 50 വർഷം മുൻപുള്ള പാകിസ്ഥാനോ ഇന്ത്യയോ അല്ല. ആ തരത്തിൽ ഇതിൽ ലോകത്ത് തന്നെ ആ ഇക്വേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമല്ലേ? അപ്പോൾ ഇക്വേഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളതിന് ഹിസ്റ്റോറിക്കലോ കണ്ടംപററിയോ ആയിട്ടുള്ള പ്രൂഫ് ഇല്ല. ഒന്ന്. രണ്ട്, ഇത് എന്ത് ബേസിസിൽ ആണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ തിരിച്ച് നമ്മളിപ്പം ലോക എക്കണോമിക് സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ്സ് ഫ്ലഡ് ചെയ്തിരിക്കുന്നത് ചൈനയാണ്. അമേരിക്കയുടെ ഔട്ട്സോഴ്സിംഗ് സെന്റേഴ്സ് മുഴുവൻ പോയിരിക്കുന്നത് ചൈനയിലാണ്. ഒരു ഓപ്പൺ വാർ വന്ന സെക്യൂരിറ്റി കൗൺസിലിലെ എത്ര മെമ്പേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരു വിധത്തിലെ ഉറപ്പും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ഇതിൽ ഒരു ഇതെല്ലാം ക്ലാൻഡസ്റ്റൈൻ ഡീൽസ് വഴിയാണ് ഇന്ന് വരെയും നടന്നിട്ടുള്ളതെന്ന് നമ്മൾ ഓർക്കണം. അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ആവശ്യമില്ല എന്ന് പറയുന്ന ക്ലെയിം പോലും ഫുള്ളി അല്ല, അത് കറക്റ്റ് അല്ല. ഇപ്പോഴും വാർ ബേസസ് നിലനിർത്തിക്കൊണ്ട് US വാർ ബേസസ് പാകിസ്ഥാനിൽ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് US മുമ്പോട്ട് പോകുന്നത്. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിലെ 71 ഡീൽസ് കണ്ടു ഞാൻ കഴിഞ്ഞ ന്യൂസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ 71 ഡീൽസ് ഇൻടാക്റ്റ് ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടാണ്. ആകെ 2 എക്കണോമിക് സാങ്ഷനാണ്. ചൈൽഡ് ലേബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക പല സമയത്ത്, അത് ബൈഡന്റെ സമയത്തും പിന്നീട് ട്രംപിന്റെ സമയത്തും വേറെ പല കൺട്രീസിനെതിരെ വളരെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്ക പാകിസ്ഥാനെതിരെ ആകെ രണ്ട് സാങ്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം അൾട്ടിമേറ്റ്ലി തന്നെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ആഗോള എക്കണോമിക് സിസ്റ്റം ഉണ്ടല്ലോ. ഈ സിസ്റ്റത്തിനെ കണക്കിലെടുക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഗംഗയിൽ എത്രത്തോളം വെള്ളം ഒഴുകി എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റിൽ വാട്ടർ ടെററിസം എന്ന് അവർ വിളിക്കുമ്പോഴും അതൊരു ടെർമിനോളജി ആണെന്ന് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി ഇന്ത്യ കാണിക്കും. ഇപ്പൊ ഒരു വാറിൽ കോസ്റ്റ് ഏറ്റവും കൂടുതൽ അത് പൊളിറ്റിക്കൽ ഗെയിൻസ് ഉണ്ടായിരിക്കും. ഒരു വോർ വന്നാൽ എപ്പോഴും അതിനകത്ത് പൊളിറ്റിക്കലി ഗെയിൻ ചെയ്യുന്നത് ആ കൺട്രിയുടെ പൊളിറ്റിക്കലി അതിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന പാർട്ടിക്ക് എപ്പോഴും ഗെയിൻ വരും. കാരണം അപ്പം നാഷണലിസം ഏറ്റവും അതിന്റെ ഏറ്റവും ഉച്ച സ്ഥായിയിലെത്തും. നെക്സ്റ്റ് ഇലക്ട്രൽ ഗെയിൻ വരും. അങ്ങനെയുള്ള ഒരുപാട് റീസൺസ് കാണും. പക്ഷെ അവിടെ വരാൻ പോകുന്ന ഒരു എക്കണോമിക് ക്രൈസിസ് നമ്മൾ ആലോചിക്കണം. ആ എക്കണോമിക് ക്രൈസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഇപ്പോഴും ഡെവലപ്പിംഗ് സ്റ്റേജിലായിട്ട് നിൽക്കുന്ന നേരത്തെ ഉണ്ടായിരുന്ന GDP-യുടെ ഗ്രോത്തിന്റെ പകുതിയോളമായി നിൽക്കുന്ന നമ്മുടെ കൺട്രിയിലും അതിന്റെ ഇമ്പാക്ട് വരും ഒരു വാർ വന്നാൽ. നമ്മൾ ഇത് പറഞ്ഞത് ഇത് പൂർണ്ണമായിട്ട് പറഞ്ഞു തീർത്തിട്ട് ഞാൻ തിരിച്ചെത്താം. ഈ മുമ്പോട്ട് പോയ ഒരു പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ കൺട്രിയിലുള്ള ഒരു ഓൾറെഡി എക്കണോമിക് ക്രൈസിസിന്റെ വേർജിൽ
നിൽക്കുന്ന എക്കണോമിക് ക്രൈസിസിന്റെ വേർജിൽ എത്തി നിൽക്കുന്നതെന്ന് എന്ന് പറയുന്നത് ഇൻഡെക്സിങ് റിപ്പോർട്ട്സിന്റെ ബേസിസിൽ തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. പക്ഷേ താങ്കൾ പറഞ്ഞത് പകുതി എന്നാ പറഞ്ഞത്, പകുതി എന്നാ പറഞ്ഞത്. ഇപ്പോൾ പകുതിയോളം 6.4 ആണ്, 6.4 ആണ്. അപ്പൊ നേരത്തെ 12 above 13 ഉണ്ടായിരുന്നോ? വളരെ ഈസി ആണല്ലോ ഇതിപ്പോ. ഞാൻ അപ്പൊ നേരത്തെ above 13 ഉണ്ടായിരുന്നോ? ഇല്ല, വെറുതെ എന്തെങ്കിലും അല്ല, പറയാൻ എനിക്ക് ഇടപെടേണ്ടതായിട്ട് വരുന്ന സമയപരിമിതിയിൽ ഒരു വിഷയം കൊണ്ടാണ് ഇതിൽ ഈ തരത്തിലുള്ള ഒരു പക്ഷേ നയതന്ത്ര തരത്തിലുള്ള ഈ നിലപാടിനെ പാകിസ്ഥാൻ എതിർക്കുമ്പോൾ ഈ തരത്തിലുള്ള ചർച്ചകൾ വരാം. പക്ഷേ അപ്പോഴും പ്രകോപനപരമായിട്ട് പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് പ്രസ്താവനകൾ നടത്തുന്നത്? ഒരു യുദ്ധമുണ്ടായാലും ഇത്തരം ഇക്കണോമിക്കൽ ക്രൈസിസിനെ പാകിസ്ഥാൻ ഭയപ്പെടാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു യുദ്ധം ക്ഷണിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതാക്കന്മാരുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം. അതിൻ്റെ സമയപരിമിതി കൊണ്ടുകൂടിയാണ്. ദയവായി എന്നോട് ക്ഷമിക്കണം അതിഥികൾ വന്ന് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനുള്ള സമയം ഇല്ലാതായി പോയതിൽ ഖേദിക്കുന്നു. ഏതായാലും വളരെയധികം നന്ദി. ഷാബു പ്രസാദ്, മാളവിക ബിന്നി, ഒപ്പം ശ്രീ പ്രമോദ് പുഴങ്ങര നമുക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാവുകയാണ് സ്പെഷ്യൽ ഡിബേറ്റ്. നമസ്കാരം.